ഫ്യൂഷൻ ഫീഡ് എന്ന നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായ മാധ്യമങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും ഡിജിറ്റൽ യുഗത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന ചോദ്യം വീണ്ടും ശക്തമായി ഉയരുകയാണ്. കാരണം ഇന്നലെ പുറത്തുവന്ന ഒരു വീഡിയോ ഇന്ന് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നില്ല. രാഷ്ട്രീയ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ട ശബരിമല സ്വർണവുമായി ബന്ധപ്പെട്ട വീഡിയോ ഇന്ന് ഇൻസ്റ്റഗ്രാം ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെയൊരു വലിയ ചോദ്യം ഉയരുന്നു. ഒരു വ്യക്തി ഉന്നയിച്ച ആരോപണത്തെ വസ്തുതകൾ കൊണ്ട് നേരിടേണ്ടതല്ലേ? അല്ലെങ്കിൽ ആ ശബ്ദം തന്നെ ഇല്ലാതാക്കേണ്ടതാണോ? ഇത് സെൻസർഷിപ്പ് ആണോ? അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഭയമാണോ? ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ഭക്തർ സമർപ്പിക്കുന്ന കനകം, അതെല്ലാം എവിടെയാണ് പോകുന്നത്? ഇത് ഒരു സാധാരണ ചോദ്യമല്ല. ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഭരണകൂടത്തെയും സൈബർ സംവിധാനങ്ങളെയും അസൗകര്യത്തിലാക്കുന്നത്. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ വീഡിയോ നീക്കം ചെയ്തതെന്ന് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ നിയമങ്ങൾ ലംഘിച്ചും എന്ന പേരിൽ. പക്ഷേ ഇവിടെ വീണ്ടും ഒരു സംശയം. നിയമലംഘനം നടന്നുവെങ്കിൽ അത് തെളിവുകൾ കൊണ്ട് കാണിക്കേണ്ടതല്ലേ? വീഡിയോ തന്നെ ഇല്ലാതാക്കുന്നത് സത്യം പറഞ്ഞു വരുമെന്ന ഭയം കൊണ്ടല്ലേ? ഡിജിറ്റൽ യുഗത്ത് ഇത് ഒരു വലിയ സൈബർ സംവിധാനം പ്രവർത്തിക്കുന്നു. സർക്കാരിനെതിരെ ഉയർന്നുവരുന്ന ശബ്ദങ്ങൾ റിപ്പോർട്ടുകൾ കൊണ്ട് അടിച്ചമർത്തുന്ന സംവിധാനം. ഇന്നലെ വരെ അത് സൈബർ സഖാക്കൾ ആയിരുന്നു. ഇന്ന് അത് ഔദ്യോഗിക സംവിധാനങ്ങളായി മാറുകയാണ്. ഒരു വ്യക്തിയുടെ വീഡിയോ ബ്ലോക്ക് ചെയ്യുന്നത് വഴി സർക്കാരിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ നിങ്ങളുടെ ശബ്ദം ഇല്ലാതാകും. പക്ഷേ ഒരു കാര്യം അവർ മറക്കുന്നു. ഡിജിറ്റൽ യുഗത്തിൽ ഒരു വീഡിയോ നിരോധിച്ചാൽ അത് അവസാനിക്കുന്നില്ല. ഇന്ന് ആ വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ടെലിഗ്രാം ചാനലുകളിലും വ്യാപകമായി പ്രചരിക്കുന്നു. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാണ്: നിരോധനം സത്യത്തിന് കൂടുതൽ ശക്തി നൽകും. സൈബർ ലോകത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പ്രതിരോധം ഉയരുകയാണ്. ഇത് വെറും രാഷ്ട്രീയ മുദ്രാവാക്യം അല്ല, ജനങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന പ്രതികരണമാണ്. സോഷ്യൽ മീഡിയയിൽ പൂട്ട് വീണാലും ജനങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ തുടരുന്നു. ശബരിമലയിലെ സ്വർണത്തിന് എന്ത് സംഭവിച്ചു? സിനിമകൾക്കും പുസ്തകങ്ങൾക്കും എതിരെ പ്രതിഷേധം വരുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞ് ക്ലാസ് എടുക്കുന്നവർ ഇന്ന് ഒരു രാഷ്ട്രീയ എതിരാളിയുടെ വീഡിയോ നിരോധിക്കാൻ ഓടുന്നത്. ഇത് ഇരട്ടത്താപ്പ് അല്ലേ? അഴിമതിയെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെ നിയമലംഘനമാകുന്നു? ഒരു വ്യക്തിയുടെ ശബ്ദത്തെ പേടിക്കുന്നത് അവൻ്റെ ശക്തിയല്ല, ഭരണകൂടത്തിൻ്റെ ദൗർബല്യമാണ്. ഈ നിരോധനം സത്യത്തിൽ പ്രതിപക്ഷത്തിന് ഒരു വലിയ ആയുധമാണ്. കാരണം ഇത് ജനങ്ങളിൽ ഒരു ഭയം സൃഷ്ടിക്കുന്നു. സംസാരിച്ചാൽ അടിച്ചമർത്തും. പക്ഷേ ആ ഭയം തന്നെ ജനാധിപത്യ വിരുദ്ധ വികാരങ്ങൾ വളർത്തും. ഇത് ഇവിടെ അവസാനിക്കില്ല. ഈ വിഷയം നിയമസഭയിലും തെരുവുകളിലും വരും ദിവസങ്ങളിൽ ശക്തമായി ചർച്ചയാകും. ഒരു വീഡിയോ തടയാം, പക്ഷേ ഒരു ചോദ്യത്തെ തടയാൻ കഴിയില്ല. ഒരു ശബ്ദത്തെ നിശബ്ദമാക്കാം, പക്ഷേ ജനങ്ങളുടെ ചിന്തയെ അടയ്ക്കാൻ കഴിയില്ല. അവസാനമായി ഒരു ചോദ്യം മാത്രം. ഒരു വീഡിയോ തന്നെ ഒരു സർക്കാരിനെ ഇത്രയും ഭയപ്പെടുത്തുന്നുവെങ്കിൽ ആ സർക്കാരിൻ്റെ അടിത്തറ എത്രത്തോളം ദുർബലമാണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സെൻസർഷിപ്പ് ശരിയാണോ? അല്ലെങ്കിൽ ഇത് ജനാധിപത്യത്തിൻ്റെ തകർച്ചയാണോ?